അടിക്കടി വിവാദം, യുക്തിക്ക് നിരക്കാത്ത തർക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് തുടങ്ങിയ വെടിപൊട്ടിക്കൽ, കേന്ദ്രമന്ത്രിയായിട്ടും മാറ്റമില്ലാതെ തൻ്റെ ഭരത്ചന്ദ്രൻ വേഷം അഴിച്ചുവെക്കാൻ സുരേഷ് ഗോപി ഇപ്പോഴും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നടപ്പും ശൈലിയും സംസാരവും കോഷ്ടികളും ഒരു കേന്ദ്രമന്ത്രിക്കപ്പുറം കോമാളി വേഷമാണ് അദ്ദേഹത്തിന് BJP പ്രവർത്തകർ പോലും നൽകിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാവട്ടെ വലിയ വിമർശനവും ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ ഉയരുകയാണ്. ചില വേദികളിലും സന്ദർഭങ്ങളിലും രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ ഒക്കെ നടത്തുന്ന കാണിക്കേണ്ട പക്വതയും മര്യാദയും സുരേഷ് ഗോപിയിൽ കാണുന്നുമില്ല. BJPക്കാർക്ക് പോലും സുരേഷ് ഗോപി ഒരു ബാധ്യതയായി മാറുകയാണ് എന്നാണ് മുറുമുറുപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആനപ്പന്തം ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ പ്രചാരണത്തിന് ആളുകൾ കുറവാണെന്ന പേരിൽ നേതാക്കളോട് സുരേഷ് ഗോപി തട്ടിക്കയറിയിരുന്നു. മനംനൊന്ത പാർട്ടി പ്രവർത്തകർ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. കോഴിക്കോട്ട് 2023 ഒക്ടോബർ 27 വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയും പിന്നീട് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നുണ്ട്. ഇതെല്ലാം മാധ്യമ അജണ്ടയാണെന്ന് പറഞ്ഞ് അന്ന് രക്ഷപ്പെട്ട സുരേഷ് ഗോപി പിന്നീടും വാക്കുകൾ എടുത്തെറിഞ്ഞ് പലരെയും പൊള്ളിച്ചു. തൃശ്ശൂരിൽ കഴിഞ്ഞ നവംബറിൽ വനിതാ മാധ്യമ ചാനൽ പ്രവർത്തകയോട് ആളാവാൻ വരരുതെന്ന് നീരസം പ്രകടിപ്പിച്ച അദ്ദേഹം മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റ ശ്രമത്തിനാണ് കഴിഞ്ഞ ദിവസം മുതിർന്നത്. കേന്ദ്രമന്ത്രിയാണെന്ന നിലയിൽ സംയമനവും പക്വതയും കാട്ടിയില്ല എന്ന് സ്വന്തം പാർട്ടി നേതാക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. സിനിമാ വിവാദത്തിൽ സുരേഷ് ഗോപി നേരത്തെ നടൻ മുകേഷിനെ അനുകൂലിച്ചത് പലരെയും ഞെട്ടിച്ചു. മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രക്ഷോഭത്തിന് ഇറങ്ങാനിരിക്കെ ഏകപക്ഷീയമായി ന്യായീകരിച്ചതിൻ്റെ പൊരുൾ പാർട്ടിക്കാർക്ക് പോലും ഇപ്പോഴും വ്യക്തമല്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തൻ്റെ കാര്യങ്ങൾ കേന്ദ്ര നേതാക്കൾ നോക്കുമെന്ന് സുരേഷ് ഗോപി പരസ്യമായി വെല്ലുവിളിച്ചത് സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയായിരുന്നു. ഈയിടെ കേന്ദ്രമന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കിയാൽ രക്ഷപ്പെട്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വൻ വിവാദമായി. സിനിമാ അഭിനയത്തിന് കേന്ദ്രം അനുമതി നൽകുന്നില്ല എന്നതിലുള്ള പരസ്യ രോഷപ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്നത് വ്യക്തം. അമിത്ഷായെ അടക്കം ഇതിലേക്ക് അദ്ദേഹം വലിച്ചിഴക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത്ഷായാണ് സിനിമാ അഭിനയത്തിന് അനുമതി നൽകാത്തത് എന്ന് പരോക്ഷമായി വ്യക്തമാക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഇത് കേന്ദ്ര നേതാക്കളിലും അതൃപ്തിക്ക് കാരണമായി. പരാമർശത്തിൽ സുരേഷ് ഗോപിയോട് കേന്ദ്രം വിശദീകരണം നേടാനിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ സുരേഷ് ഗോപി സ്വകാര്യ ഹോട്ടലിൽ തങ്ങി പതാകാബന്ധനം നടത്തിയതും വിവാദമായി. മന്ത്രിസ്ഥാനത്തേക്കാൾ പ്രാമുഖ്യം സിനിമക്കാണെന്ന ധ്വനിയോടെ സുരേഷ് ഗോപി തുടർ പ്രസ്താവനകൾ നടത്തുന്നത് നേതാക്കളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ മാധ്യമങ്ങളെ തള്ളിമാറ്റിയ നടപടിയിൽ സുരേഷ് ഗോപിക്കെതിരെ മുൻ MLA അനിൽ അക്കര സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രി പദവിയിലിരുന്ന് സുരേഷ് ഗോപി തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് എതിരെ BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്രത്തിന് പരാതി നൽകും. തൃശ്ശൂർ പിടിക്കാൻ BJP അവതാര പുരുഷൻ കണക്കെ അവതരിപ്പിച്ച വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ പിടിച്ചതോടെ സംസ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനയും ഉണ്ടായി. എന്നാൽ സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കൂരിനെ കൂടി കേന്ദ്രമന്ത്രിയാക്കിയതോടെ ഒരു കാട്ടിൽ ഒരു സിംഹം മാത്രമേ ഉണ്ടാകാവൂ എന്ന സുരേഷ് ഗോപിയുടെ ആഗ്രഹത്തിന് കേന്ദ്രം തടയിട്ടു. ഇതിൽ നിരാശനായ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തേക്കില്ലെന്ന സൂചനകളൊക്കെ ആദ്യകാലങ്ങളിൽ ഉയർന്നിരുന്നു. സിനിമാ തിരക്ക് പറഞ്ഞെങ്കിലും കേന്ദ്രം കെട്ടിയിട്ടു. ഇതിലുള്ള അമർഷം സുരേഷ് ഗോപി തീർക്കുന്നതാകട്ടെ BJPയുടെ സംസ്ഥാന നേതാക്കളോടുമാണ്. രാഷ്ട്രീയക്കാർ തന്നെ നിയന്ത്രിക്കേണ്ടെന്ന നിലപാടുകാരനാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അല്പം കരുതലോടെ മാത്രമാണ് BJP നേതാക്കൾ ഉൾപ്പെടെ ഇടപെടുന്നത് പോലും. ഇത് BJP പ്രവർത്തകർക്കിടയിലും വലിയ അവമതിപ്പുണ്ടാക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.